നീ വലിയവനാകും, അതുകൊണ്ട് ചില കഷ്ടപ്പാടുകളുണ്ട്. നീ വലിയവളാകും, അതുകൊണ്ട് നിനക്ക് ചില വേദനകളുണ്ട്, ചില പ്രയാസമുണ്ട്. വലിയ അനുഗ്രഹമുള്ളവർക്ക് വലിയ കഷ്ടപ്പാടുമുണ്ടാകും. എവിടെയോ ദൈവഭയം നിനക്ക് കുറഞ്ഞുവെങ്കിൽ ഉടനടി അതിനെ ശാസിച്ച് മാറ്റിക്കൊള്ളണം. ഏതോ ഒരു ദുഷ്ടശക്തി അറുക്കുവാനും മുടിക്കുവാനുമായി എൻ്റെ ഉള്ളിനകത്ത് കടന്നു കയറിയിരിക്കുകയാണ്. എനിക്ക് അതിനോടൊരു പോരുണ്ട്, എനിക്ക് അതിനോടൊരു പോരാട്ടമുണ്ടെന്ന് ഉറപ്പിക്കണം. ലൂക്കോസുവിശേഷം 22-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂക്കോസുവിശേഷം 22-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. അപ്പൊ ഈ പുള്ളിക്കാരന് ചില ശരീരങ്ങളൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ആർക്ക്? സാത്താൻ യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യൻ്റെ ഉള്ളിനകത്ത് കടന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് വേറൊന്നുമില്ല, പിശാച് കയറി. അതാണ് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തിൽ ശൗലിൽ ദുരാത്മാവ് കയറി എന്നാണ്. രാജാവായിരുന്നു, രാജാവിൽ ദുരാത്മാവ് കയറി. അതെ, ശൗലിൽ ദുരാത്മാവ് കയറിയപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഒന്നും ഒരു പിടിയില്ലാണ്ടായി. ദാവീദിനെ കൊല്ലണം, ദാവീദിനെ കുന്തമെറിയണം, അടിക്കണം, ഇടിക്കണം. ഈ കാലഘട്ടത്തിലാണ് ശൗല് ദുരാത്മാവ് കയറുന്നെങ്കിൽ ചുറ്റികയും കൊണ്ടുവന്നേനെ. ഇന്നാണ് ദുരാത്മാവ് കയറിയെങ്കിൽ അത് എന്താ തണ്ണിമത്തൻ കട്ടി എന്ന കത്തിയും കൊണ്ടുവന്നേനെ. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ശൗലിൽ ദുരാത്മാവ് കയറിയ സമയത്തിലേക്ക് അവൻ കുന്തം ഉപയോഗിച്ച് എറിയലായിരുന്നു, വാളുപയോഗിച്ച് വെട്ടുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിശാച് കയറുന്നതോടുകൂടി തന്നെ ഓരോ മനുഷ്യരും വേറൊരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. പരിണിത ഫലം എന്തായിത്തീർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സാത്താൻ കയറി പിന്നത്തേതിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ശൗൽ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തു, പിന്നത്തേതിൽ അവൻ കുല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് വേദപുസ്തകം പരിശോധിക്കുന്ന സമയത്തിൽ കാണുവാൻ കഴിയുന്നത്. അവൻ വാളുകൊണ്ട് കുത്തേറ്റവനായി തീർന്നു. അതിനുശേഷം ഒരു അമാലേക്കും ചെന്ന് അവൻ്റെ കഴുത്തേലും വെട്ടി. അപ്പൊ പിന്നത്തേതാണ് കുല ചെയ്യപ്പെട്ടത്. ആദ്യം അവൻ സ്വന്തം ആത്മഹത്യയിലേക്ക് കടന്നുപോയി. പിശാച് ഒരുവന്റെ ഉള്ളിനകത്ത് കയറിയപ്പോൾ അവൻ സൂയിസൈഡ് ചെയ്തു. ഇസ്കരിയോത്ത യൂദയിലേക്ക് സാത്താൻ കയറിയപ്പോൾ വീട്ടിൽ കിടന്ന് ബഹളമുണ്ടാക്കിയെന്നല്ല. ഈ പിശാച് യൂദയിൽ കയറിയപ്പോൾ അവൻ ദ്രവ്യാഗ്രഹിയായി. ശ്രദ്ധിക്കണമേ, പിശാച് കയറിയപ്പോൾ ദ്രവ്യാഗ്രഹിയായി. ശൗലിൽ പിശാച് കയറിയ സമയത്തിലേക്ക് അവൻ അസൂയാലുവായി. അസൂയ നിങ്ങളിൽ വന്നോ? പിശാച് കയറിയെന്നാണ് അതിനർത്ഥം. എവിടെയൊക്കെയോ നിങ്ങളുടെ കോപം നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല, അവിടെ സാത്താൻ കയറിയെന്നാണ് അർത്ഥം. നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന ധനമാർഗങ്ങളിൽ തൃപ്തനല്ലേ? നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം നിങ്ങൾക്ക് അന്നെന്നുള്ളത് അന്നു തന്ന് നിങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനും ആശുപത്രി പോകാനും വണ്ടിയിൽ പെട്രോൾ അടിക്കാനും വണ്ടി മേടിക്കാനും പിള്ളേരെ കെട്ടിച്ചയക്കാനും വീട് വയ്ക്കാനും നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ദൈവം മനസ്സിലാക്കി കർത്താവ് നിങ്ങളെ വഴി നടത്തി സഹായിച്ച് അനുഗ്രഹിച്ച് കൊണ്ടുപോകുന്നെങ്കിൽ അതിൽ നിങ്ങൾ തൃപ്തനാണോ? അതോ നിങ്ങൾ ദ്രവ്യാഗ്രഹം പ്രവേശിച്ചിട്ടുണ്ടോ? പലപ്പോഴും ദ്രവ്യാഗ്രഹം കടന്നു വരപ്പെടുമ്പോൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നപ്പോൾ അവന് ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയപ്പെടാതെ അവനിൽ മനഃപൂർവമായ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിത്തീർന്നു. അവൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ അവന് സ്നേഹിക്കുവാൻ കഴിഞ്ഞില്ല, സ്വന്തം ഗുരുവിനെ അവന് സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവനൊന്നിനെ മാത്രം ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ശത്രുക്കളോടൊപ്പം ചേർന്ന് മഹാപുരോഹിതൻ ക്ഷേമകർ. ഇവിടെ ദൈവം തന്നെ തൻ്റെ കൂടെ നടന്നവനെ വിലക്കിയിട്ടുണ്ട്. നീ ഇനിയൊരു പാരമ്പര്യ സഭയിൽ കയറരുത്. ദൈവം തന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അവരെ ശൗലിനെ പോലെയുള്ളവരെ എല്ലാവരെയും വിളിച്ചിറക്കി വന്ന സമയത്തിൽ, ഇത് പഴയ നിയമ ശൗലല്ല, പുതിയ നിയമത്തിലെ പൗലൂസ് ഒക്കെ വിളിച്ചിറക്കിയിട്ട് ദൈവം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകൾ കൊടുത്ത് കൂറിൻ്റെ നിയമപ്രകാരം സ്നാപക യോഹന്നാൻ മുതൽ തന്നെ അവിടെ ശുശ്രൂഷകൾക്കൊരു ചേഞ്ച് കൊടുത്ത് സ്നാപക യോഹന്നാൻ എന്ത് കഴിക്കണം എന്നുള്ളത്, വെട്ടുകിളിയും കാട്ടുതേനും അവന് ഭക്ഷണം, അതോടനുബന്ധിച്ച് അവൻ്റെതായിട്ടുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് എല്ലാം നിർദ്ദേശം കൊടുത്തവൻ മരുഭൂമിയിൽ പ്രസംഗിച്ച് നടക്കുന്ന
ഒരു വ്യക്തിയായിട്ട് അവൻ എല്ലാ ശുശ്രൂഷകളും ധരിച്ചു. അതിനുശേഷം ക്രിസ്തു കടന്നു വരുന്നു. ക്രിസ്തുവും ആ വിധത്തിൽ തന്നെ ക്രമീകരിച്ചു വന്നപ്പോൾ ദൈവത്തിനൊരു നിർദ്ദേശമുണ്ടായിരുന്നു. നിന്നെ പാരമ്പര്യത്തിൽ നിന്ന് വിളിച്ചിറക്കി, നിന്നെ കെട്ടപ്പെട്ട ട്രഡീഷണൽ ചർച്ചിൽ നിന്ന് നിന്നെ പുറത്തേക്ക് ഇറക്കി, നിന്നെ ഞാൻ വേർതിരിച്ച് പ്രത്യേക അഭിഷേകം തന്ന് പ്രത്യേക നിർദ്ദേശം നടന്നപ്പോൾ നീ ഇനി ചെന്ന് മഹാപുരോഹിതൻ്റെ അടുക്കൽ മുട്ടുകുത്തരുത്. നീ ഇനി ചെന്ന് മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്ന് തിരുമേശ എടുക്കരുത്. നീ ചെന്ന് നീ മഹാപുരോഹിതൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് സ്തോത്രം അവരിൽ നിന്ന് ലഭിക്കപ്പെടുന്ന പ്രസാദം നീ മേടിക്കരുത്. നീ അവരുമായിട്ട് ചങ്ങാത്തം കൂടരുത്. നീ അവരോടൊപ്പം ഇണയില്ലാപ്പിണ കൂടരുത്. ഇതെല്ലാം മനസ്സിലാക്കി വെച്ച് അനുസരണയോടെ കടന്നുപോയ യൂദായിൽ പിശാച് കയറിയപ്പോൾ അവന് തോന്നി, ശരി മഹാപുരോഹിതൻ്റെ അടുത്ത് പോയാൽ കുഴപ്പമെന്താ, പാരമ്പര്യ സഭയിൽ പോയാൽ കുഴപ്പമെന്താ, അവിടെ നിന്ന് തിരിപ്പോയി കഴിച്ചാൽ കുഴപ്പമെന്താ, അവിടെ നിന്ന് തിരിപ്പോയി കുടിച്ചാൽ കുഴപ്പമെന്താ, അവരുമായിട്ടൊരു ചങ്ങാത്തം വച്ചാൽ കുഴപ്പമെന്താ, അവരുമായിട്ട് സഹകരിച്ചാൽ കുഴപ്പമെന്താ? ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവൻ സഹകരിച്ചു. പക്ഷേ ആ ചങ്ങാത്തം സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മുഖാന്തരമായി തീർന്നു. സ്വന്തം ഗുരുവിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവൻ്റെ മനസ്സിനകത്ത് പിശാച് കടന്നിട്ട് അവനെ ഡയറക്റ്റ് ചെയ്തു. സുഹൃത്തെ, സാത്താൻ കടന്നു കയറിയിട്ട് ഉടനടി അറക്കുകയല്ല, ഉടനടി മുടിക്കുകയല്ല, ഉടനടി ആ വ്യക്തിയെ മോഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മനസ്സ് മാറാൻ തുടങ്ങപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഏതോ ദുഷ്ടശക്തി എന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ, എവിടെയോ ദൈവഭയം നിനക്ക് കുറഞ്ഞുവെങ്കിൽ, എവിടെയോ ദൈവിക ആരാധനയിലുള്ള ഉത്സാഹം നിനക്ക് കുറഞ്ഞുവെങ്കിൽ ഉടനടി അതിനെ ശ്വാസിച്ച് മാറ്റിക്കൊള്ളണം. ഏതോ ഒരു ദുഷ്ടശക്തി അറുക്കുവാനും മുടിക്കുവാനുമായി എൻ്റെ ഉള്ളിനകത്ത് കടന്നു കയറിയിരിക്കുകയാണ്. എനിക്ക് അതിനോടൊരു പോരുണ്ട്, എനിക്ക് അതിനോടൊരു പോരാട്ടമുണ്ടെന്ന് ഉറപ്പിക്കണം. ശരി, അവനതൊന്നും ശ്രദ്ധിച്ചില്ല. അവനൊരുപാട് ചങ്ങാത്തമില്ല. 30 വെള്ളിക്കാശ് ഗുരുവിൻ്റെ തലയ്ക്ക് 30 വെള്ളിക്കാശ്. ഗുരുവിൻ്റെ തല പോയാലും കുഴപ്പമില്ല, എനിക്ക് 30 വെള്ളിക്കാശാണ് വലുതെന്ന് പറഞ്ഞ ആ വെള്ളിക്കാശ് മേടിച്ച് അവൻ വന്ന് സ്വന്തം ഗുരുവിനെ അവൻ കാണിച്ചു കൊടുത്തു. സ്വന്തം ഗുരുവിനെ അവൻ ഒറ്റിക്കൊടുത്തു. സ്വന്തം ഗുരുവിനെ അവൻ സ്നേഹത്തിൻ്റെ ചുംബനം. അതിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കണമേ. ഒരു ഗുരുവിനൊരു ചുംബനം കൊടുക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് സ്നേഹപ്രകടനമല്ല. അവൻ തോളത്തിരുന്നിട്ട് ചെവിയെ കടിച്ചു എന്നുള്ളതാണ്. ദൂരെ നിന്ന് കടന്നു വന്ന ശത്രുവല്ല ഗുരുവിനെ ഒറ്റിക്കൊടുത്തത്. ഒപ്പം സഞ്ചരിച്ചിരുന്ന, ഒപ്പം യാത്ര ചെയ്തിരുന്ന, ഒപ്പം നടന്നിരുന്ന, ഒപ്പം ഒരുമിച്ചിരുന്ന, ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ചിരുന്ന വ്യക്തി തന്നെ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അവന് സ്നേഹ ചുംബനത്താൽ കാണിച്ചു കൊടുത്തു. യൂദയല്ല ചെയ്തത്. ഇന്ന് പകൽ സമയം ഞാൻ പറയട്ടെ, യൂദ നല്ല മനുഷ്യനായിരുന്നു, യൂദയല്ല. പക്ഷേ യൂദയുടെ അകത്ത് എപ്പോൾ സാത്താൻ കയറിയോ ആ സമയത്തിൽ തന്നെ അവൻ്റെ സ്വഭാവത്തിന് പൂർണ്ണമായിട്ടൊരു മാറ്റം സംഭവിച്ചോ. അവൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യരായിരിക്കുക, നിങ്ങൾ നല്ല കുടുംബമായിരിക്കുക, നിങ്ങൾ നല്ല വ്യക്തിത്വമായിരിക്കുക. പക്ഷെ ദുഷ്ട പിശാച് നിന്റെ ഉള്ളിനകത്ത് കടന്നു കയറപ്പെടുമ്പോൾ നിങ്ങളുടെ ഗുരു ചെയ്തത് തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കുക. നിങ്ങളുടെ ദൈവം പറയുന്നത് ദൈവവചനം നിങ്ങൾക്ക് അനുസരിക്കാൻ മനസ്സ് വന്നെന്നിരിക്കപ്പെടത്തില്ല. ദൈവികമായിട്ടുള്ള ആരാധന അനുഭവത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടെ സമ്മതിക്കാൻ കഴിയും. നിങ്ങളുടെ കുഴപ്പമല്ല, ഉള്ളിനകത്ത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും പിശാച് ഏതെങ്കിലും സമയത്തിൽ കടന്നു വന്നുവെങ്കിൽ ആ സമയം നിന്റെ മൈൻഡ് മാറി. ഇന്ന് ചിലർ തിരിച്ചു വരണം. ദ്രവ്യാഗ്രഹമാണോ ഈ ദിവസങ്ങളിൽ പിശാച് നിന്റെ ഉള്ളിനകത്തിട്ടിരിക്കുന്നത്? ബന്ധങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാതെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സാത്താന്യ കുതന്ത്രങ്ങളാണോ ഈ ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കപ്പെടുന്നത്? അതോ പാരമ്പര്യമായിട്ട് നിനക്ക് സഹകരിക്കാൻ പാടില്ലാത്ത ആരാധന, ആത്മീക ആരാധനയല്ലാത്ത പാരമ്പര്യമായ ജഡീകമായ സാധാന്യമായ അനുഭവങ്ങളിലേക്ക് നീ കടന്നു പോകുന്ന അവസ്ഥകളിലേക്കാണോ നീ ആയിരിക്കുന്നത്? തിരിച്ചു വരണം, മടങ്ങി വരണം. ഒരു മടങ്ങി വരവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ആവശ്യമായിരിക്കുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ സബ്ജക്റ്റ് സാത്താൻ കടന്നവൻ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ മരിക്കുക എന്ന് പറയുന്നത്, സ്വന്തമായി ജീവനെ ഒടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്താൽ ചെയ്യുന്നതല്ല. സ്വജീവിതത്തെ നശിപ്പിച്ചു കളയുന്നവൻ അത് ദൈവഹിതത്താൽ ചെയ്യുന്നതല്ല. ദൈവത്തിൻ്റെ ദാനമാണ് മനുഷ്യൻ്റെ ജീവിതം. ഇവിടെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മെഡിക്കൽ സയൻസൊക്കെ പുരോഗതിയിലേക്ക് വരുന്നു. രാജ്യങ്ങൾ പുരോഗമനത്തിലേക്ക് വരുന്നു.
ഇന്ത്യ ഉൾപ്പെടെയുള്ളത് വാഹന നിർമ്മാതാ കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത കേട്ടു. പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, CNG വേണ്ട, ഗ്യാസ് വേണ്ട, കറണ്ട് വേണ്ട, വണ്ടി ഓടും. ഹൈഡ്രജൻ ബസ്സും ട്രക്കുകളും ഇന്ത്യൻ നിരത്തുകൾ ട്രയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം അവർ സ്തോത്രം എന്താ ഈ സാധനത്തെ ഓട്ടിച്ച് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുക. 2 വർഷം കഴിയുമ്പോൾ ഇനി നിരത്തുകളിൽ ഇതൊന്നും വേണ്ട. കണ്ടുപിടുത്തങ്ങളും വൈഭവ്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ റോബോട്ട് യുഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ പണ്ടൊരു കാലഘട്ടം നമ്മുടെയൊക്കെ വീടുകളിൽ TV ആണ് അല്ലേ? ആദ്യം റേഡിയോ ആയിരുന്നു. റേഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് TV, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടന്നു വന്നു. ഞാൻ കമ്പ്യൂട്ടറൊക്കെ കണ്ടതൊക്കെ ഞാൻ ഓർക്കും. ദൂരെ മാറി നിന്ന് ഇങ്ങനെ AC റൂമിനകത്തൊക്കെ ഇരിക്കുന്ന സാധനം ഇങ്ങനെയാണ് നോക്കിയത്. സ്വത്രം റോബോട്ടെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് നോക്കിയപ്പോഴത്തേക്കാണ് ഇത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം കമ്പ്യൂട്ടറായി. പിന്നെ ഇതാ ഫോണില്ലാത്ത വ്യക്തികളുണ്ടോ? ആ യുഗത്തിലേക്ക് എല്ലാം കടന്നു വന്നു. ഇനിയിപ്പോൾ അടുത്ത് കുറച്ച് നാളുടെ കഴിയുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഓരോ റോബോട്ട് കാണും. റോബോട്ടാണ് പാത്രം കഴുകുന്നത്, റോബോട്ടാണ് രാവിലെ കൊച്ചിന് പാല് കൊടുക്കുന്നത്, കുപ്പിപ്പാല് സ്വത്രം റോബോട്ടാണ് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി തരുന്ന റോബോട്ടാണ്, പറമ്പ് വൃത്തിയാക്കുന്ന റോബോട്ടാണ്, വീട് തുടയ്ക്കുന്നത് റോബോട്ടാണ്, സെക്യൂരിറ്റി ആയിട്ട് രാത്രിയിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് കാര്യാദികളെല്ലാം ചെല്ലും. ആ ലോകത്തിലേക്ക് മനുഷ്യനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കില്ല, ഇവിടെ എറണാകുളത്തും കൊച്ചിയിൽ അവിടെയൊക്കെ ഉണ്ട്. പോട്ടെ സ്വത്രം മറ്റ് രാജ്യങ്ങളിലെല്ലാം വരെ എത്തി. മനുഷ്യൻ മറ്റൊരു ലെവലിലേക്ക് കണ്ടുപിടുത്തങ്ങളും അനുഭവങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന. ഡ്രൈവറില്ലാതെ റിമോട്ട് കൺട്രോളിൽ വാഹനം ഇവിടെ നിന്ന് കാട്ടാക്കട മാർക്കറ്റിൽ ചെന്ന് സാധനം മേടിച്ചു വെച്ച് പറഞ്ഞാൽ ഒരു കാറിൽ റിമോട്ട് അടിച്ചാൽ കാറ് പോയിട്ട് തന്നെ ഇഞ്ഞ് വന്നരും. ഡ്രൈവർ വേണ്ട, എല്ലാമായി. ഒരു മനുഷ്യജീവനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? മനുഷ്യജീവനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ജീവന്റെ അംശമില്ലാതെ ജീവനെ ഉണ്ടാക്കാനായിട്ട് കഴിയപ്പെടുമോ? ഇല്ല. പണ്ട് ജപ്പാൻ ഇറങ്ങി ഉണ്ടാക്കാൻ വേണ്ടി. അതോടുകൂടി ഒരു സുനാമി വന്നു. ജപ്പാന്റെ പേര് പോലും പിന്നെ കേൾക്കാനില്ല. ജീവന്റെ ഉടമസ്ഥൻ നമ്മുടെ ദൈവമാണ്. അവൻ തരുന്ന ദാനമാണ് നിന്റെ മൂക്കിൽ കൂടെ ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യപ്പെടുന്നത്. നിന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കപ്പെടുന്ന ജീവന്റെ കണിക ലോകത്തിൽ ഒരു മനുഷ്യന് നിനക്ക് ദാനമായിട്ട് നൽകുവാൻ കഴിയപ്പെടത്തില്ല. അത് ദൈവത്തിന്റെ ദാനമാണ്. അത് ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട്, ദൈവം നമുക്ക് ദാനമായി പ്രതിഫല ഇച്ഛയില്ലാതെ നമുക്ക് തന്നിരിക്കപ്പെടുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ ഞാനും നീയുമല്ല. നിങ്ങളുടെ മേലുള്ള ജീവന്റെ ഉടമസ്ഥൻ നിങ്ങളല്ല. നിങ്ങളുടെ ജീവൻ ഉടമസ്ഥൻ സ്വർഗത്തിലെ ദൈവം. നീ വിചാരിച്ചാൽ ജനിക്കാനും നീ വിചാരിച്ചാൽ മരിക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ശരീരത്തെ നമുക്ക് നശിപ്പിക്കാം. നമ്മുടെ ജീവനെ നമുക്ക് നശിപ്പിക്കാം. പിശാചിന്റെ സഹായം ഇല്ലാതെ പലരും കയറി ആത്മഹത്യക്ക് ചേർന്ന് കയറ് പൊട്ടി വീണ ചരിത്രമേ ഉള്ളൂ. കാലൊടിഞ്ഞ് കിടന്നിട്ടുണ്ട്, ആസിഡ് എടുത്ത് കുടിച്ചിട്ടുണ്ട്, വയറും കഴുകി കിടന്ന് പിന്നെ ആ കിടപ്പിലാണ്. ട്രെയിനിൻ്റെ അടിയിൽ കൊണ്ട് തല വച്ചിട്ടും സാത്താൻ കൂടെ ഇല്ലെങ്കിൽ ജീവൻ പോകില്ലെന്ന് വിൽക്കട്ടെ. അതൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് എടുക്കട്ടെ. പക്ഷെ ദൈവമാണ് ജീവൻ്റെ ഉടമസ്ഥൻ. ഒരു മനുഷ്യന് ജീവൻ കൊടുത്തിരിക്കുന്നത് ദൈവമാകൊണ്ട് അത് മനുഷ്യന് അതിൻ്റെ മേലില്ല, അതിൻ്റെ മേൽ അവകാശമില്ല. അത് എനിക്കിപ്പോൾ 70 വയസ്സ് വരെ 80 വയസ്സ് വരെ ജീവിക്കണമെന്ന് നീ വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കാനായിട്ട് പോകുന്നില്ല. കാരണമുണ്ട്. ദൈവം നിന്നെ 50 വർഷമാണെങ്കിൽ 40 വർഷമാണെങ്കിൽ 30 വർഷമാണ് നിന്നെ ഭൂമിയിൽ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കഴിയുമ്പോൾ പോകണം. ഇനി ഏത് വലിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വലിയ ഡോക്ടർ എന്ന് പറഞ്ഞാലും ആ ജീവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവൻ ചിലത് തീരുമാനിച്ചാൽ, അവൻ ചിലത് കൽപ്പിച്ചു കഴിഞ്ഞാൽ, അവൻ ചിലത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവന്റെ ഉടമസ്ഥൻ നമ്മളല്ല, ദൈവം തന്ന ഒരു വലിയൊരു ദാനം തന്നെ ആയിരിക്കുന്നു. ഇവിടെ പിശാച് യൂദായിൽ കടന്നപ്പോൾ ആ ജീവനെ പിശാച് അപകരിക്കുവാൻ വേണ്ടി അവനെ കൊണ്ട് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യിപ്പിച്ചു. സ്വന്തം ജീവനെ ഒടുക്കിച്ചു, സ്വന്തം ജീവനെ അവൻ നശിപ്പിച്ചു. ശൗൽ ദുരാത്മാവ് കയറിയപ്പോൾ അധികകാലം അവന് ജീവിക്കാൻ പറ്റിയില്ല. അവൻ്റെ മേൽ ശത്രുത, അസൂയ, നിഗളം. എവിടെയാ സാത്താൻ കയറിയത്? നിഗളം. ശൗൽ എവിടെയാണ് സാത്താൻ കയറിയത്? കുറച്ച് ബൈബിളൊക്കെ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തിലേക്ക് കാരനായിരുന്ന ശൗലിനെ ദൈവം രാജാവാക്കി വാഴിച്ച് അവൻ്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം മാനിച്ചു. അവനെ ആത്മീകനാക്കി. അവൻ പ്രവചിക്കുന്നവനായി തീർന്നു, അവൻ രാജ്യത്തെ ഭരിക്കുന്നവനായി തീർന്നു. പക്ഷേ ഒരു ദിവസം ശമൂവേൽ പ്രവാചകൻ
വീട്ടിൽ വരാൻ അവന് അമാലേക്കർ യുദ്ധത്തിന് വന്നപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ സാമുവേൽ പ്രവാചകൻ അഥവാ ദൈവദാസൻ വരാൻ ശകലം ലേറ്റായി. ട്രെയിന് കിട്ടിയില്ല എന്ന് പറയാനും പറ്റത്തില്ല, ബസ് കിട്ടിയില്ല എന്ന് പറയാനും പറ്റത്തില്ല. എന്താണെന്നറിയത്തില്ല, പുള്ളിക്കാരന് മനഃപൂർവ്വം താമസിച്ചാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അല്പം താമസിച്ചു. ഹല്ലേലൂയ. ശൗലിൻ്റെ മേൽ നിഗളം കടന്നു വന്ന് ദൈവദാസൻ കടന്നു വരാൻ ഒരല്പസമയം ലേറ്റായ സമയത്തിലേക്ക് അവൻ പറഞ്ഞു, ചുമ്മയിലല്ലേ വരുന്ന, കാണിക്ക കൊടുത്തിട്ടല്ലേ വരുന്നത്. വന്നിട്ട് ഒരു വരവ് വന്നിട്ട് പോകുന്ന സമയത്തിലേക്ക് ഫ്രീ ആയിട്ടൊന്നും എല്ലാം അങ്ങനെ വിളിച്ചു വരുത്തുന്നത്. നല്ല കൈ നിറച്ച് സ്വോത്രക്കാഴ്ചയൊക്കെ കൊടുത്ത് നല്ല ചാപ്പാടും കൊടുത്ത് നന്നായിട്ടാണ് വിളിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് രാജകൊട്ടാരത്തിൽ ഇങ്ങനെ ചെന്ന് പ്രാർത്ഥിക്കാനൊരവസരം കിട്ടുക എന്ന് പറയുന്നത്, സാമുവേലേ നിനക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. പക്ഷെ നിനക്ക് കറക്റ്റ് സമയത്ത് വരാൻ പറ്റൂലേ? ചിലയിടത്ത് ദൈവിക കാര്യാദികളിൽ സ്തോത്രക്കാഴ്ച കൊടുത്തിട്ട് അറിവില്ലാതെ ചില ശൗലുമാരങ്ങനെ പറയാറുണ്ട്. ചിലയിടത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പറയാറുണ്ട്, കർത്താവിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കൊന്നും പറഞ്ഞു കളയരുത്. ദൈവത്തിന് എന്തെങ്കിലും വിശ്വാസത്തോടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആമീൻ, അതിനുള്ള പ്രതിഫലം ദൈവം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തരും. കർത്താവിനോട് നമ്മൾ ചെന്ന് കണക്ക് ചോദിക്കുകയോ ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അപ്പുറം ചെയ്തു, ഇപ്പുറം ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതൊന്നും നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കരുത്. ആമീൻ, നമുക്ക് അർഹതപ്പെട്ട, നമ്മൾ ആർക്കും ദാനമല്ല, നിങ്ങളിൽ നിന്ന് ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, കണക്കിലേക്ക് ഏറുന്ന സമൃദ്ധിയിൽ നിന്ന് അത്ര എന്ന് പറഞ്ഞാൽ നീ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് അത്രയല്ലേ ചെയ്തുള്ളൂ. നമ്മൾ ഇരിക്കേണ്ട സമയം ഇരുന്നല്ലേ ഉള്ളൂ. ഇത് നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം. നമ്മൾ അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്തതിന് റിക്വസ്റ്റ് ചെയ്യാം. എന്താ, ഞാൻ വിശ്വസ്തയോടെ നടന്നു, എൻ്റെ ബലഹീനതകളെ ക്ഷമിക്കണം, അറിവില്ലായ്മ എന്നെ സഹായിക്കണം, പ്രാർത്ഥിക്കാം. പക്ഷേ കണക്ക് പറയാൻ നമുക്ക് ആർക്കും അനുവാദമില്ല, ചോദിക്കാൻ നമുക്ക് അനുവാദമില്ല. ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിച്ച് ദൈവം തരാതിരിക്കത്തില്ല. അവൻ ആർക്കും കടക്കാരനല്ലല്ലോ. ശൗലിന് ദൈവം ഒന്നുമില്ലായ്മയെന്ന് ഇത്രയും കൊടുത്തപ്പോൾ തിരിച്ചൊരു ചോദ്യം ചെയ്യലാണ്. അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ അനുഗ്രഹിച്ച സാമുവേലിനെ, അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവനെ രാജസ്ഥാനത്തിലേക്ക് വാഴിച്ച സാമുവേലിനോട് ചോദിച്ചു, സമയത്ത് വരാൻ പറ്റൂലേ എന്ന്. ചോദിച്ചാലും കുഴപ്പമില്ല. ഇവൻ ചെന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത യാഗവും കർമ്മങ്ങളും എല്ലാം ചെയ്തു. അതൊരു തിരിച്ചടിയായിരുന്നു. നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞവൻ ചെയ്തു. അപ്പോൾ സാമുവേൽ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. സാമുവേലിന് ഇന്നത്തെ ദൈവദാസന്മാർക്ക് ഭയങ്കര ക്ഷമയാണ്. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ ക്ഷമയൊന്നുമില്ല. കാരണം ആകപ്പാടെ 4-5-10 പേരെയൊക്കെയാണ് അഭിഷേകം ചെയ്ത് രാജാക്കന്മാരായിട്ടും പ്രവാചകന്മാരൊക്കെ ആക്കിയത്. പ്രൈസ് അന്ത്യകാലമല്ലല്ലോ. പുള്ളിക്കാരൻ പറഞ്ഞു, പിന്നെ നീ അങ്ങ് തുടങ്ങിയെങ്കിൽ നീ ചെയ്തോ, ഞാൻ പോകണമെന്ന് പറഞ്ഞു. പറഞ്ഞു, നീ എൻ്റെ നടയിൽ വന്നിട്ട് നീ തിരിച്ചു പോവുകയാണോ? അവൻ്റെ നിലയെങ്കിൽ പിടിച്ചു, അത് 2ആയിട്ട് കയറി. സാമുവേൽ തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, എൻ്റെ വസ്ത്രമല്ല നീ കയറിയത്, നിൻ്റെ രാജസ്ഥാനമാണ് കയറിയത്. ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കടന്നു പോകുവാൻ തുടങ്ങി. അന്ന് മുതൽ ദുഷ്ടശക്തി ശൗൽ കയറി. സുഹൃത്തെ, അഹങ്കാരം മൂത്തപ്പോൾ, നിഗളം വന്നപ്പോൾ, ധനം അമിതമായി കടന്നു വന്നപ്പോൾ, സ്തോത്രം, അധികാരങ്ങളും പദവികളും കടന്നു വന്ന സമയത്തിലേക്ക് ഒരു സാധാരണ ഭക്തനായിട്ട് ഒരു അഭിഷിക്തനെ ബഹുമാനിക്കുവാനോ, ഒരു അഭിഷിക്തനെ അംഗീകരിക്കുവാനോ, ഒരു പ്രാർത്ഥനക്കാരന് കൊടുക്കേണ്ടെന്ന് അംഗീകാരം കൊടുക്കുവാനോ മനസ്സ് വരാത്തതിൻ്റെ പിന്നാമ്പുറത്തിൽ പിശാചിനൊരു അജണ്ടയുണ്ടായിരുന്നു. ഇവനെ നിഗളത്തിലേക്ക് കൊണ്ടുപോയാലേ എനിക്ക് ഇവൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. സാമുവേലിനെ ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇവൻ്റെ രാജ്യത്തിൽ നിന്ന് നാളെ സാമുവേൽ വന്ന് മധ്യസ്ഥ വഹിക്കാതിരുന്നാലേ എനിക്ക് ശൗലിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇവനെ കുല ചെയ്യാനായിട്ട് എനിക്ക് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ സാത്താൻ ആദ്യം കുതന്ത്രങ്ങൾ കൊണ്ടിട്ടോ, അഹങ്കാരം കൊണ്ടിട്ടോ, നിഗളം കൊണ്ടിട്ടോ, സ്വന്തം ചെറിയ കാര്യാദികൾ അവൻ കുറ്റം കണ്ടുപിടിക്കുന്ന ശൈലിയിലേക്ക്, രീതിയിലേക്ക് ഒക്കെ അവൻ കടന്നു വന്നു. ശബദാർപ്പിത വസ്തുക്കൾ ഒന്നും നിന്റെ വീട്ടിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇത്തിരി കൊണ്ടുവന്ന കുഴപ്പമെന്താ? ഞാനും ബൈബിൾ പഠിച്ചിട്ടുള്ളതാണ്, ഞാനും കുറെ ആരാധിച്ചിട്ടുള്ളതാണ്, എനിക്കും കുറെ പാരമ്പര്യമുണ്ട്. എൻ്റെ അപ്പനും അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്മാരെല്ലാം പള്ളിക്കാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കേട്ടതല്ല എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിച്ചിട്ട് ശബദാർപ്പിത വസ്തു എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന കുഴപ്പമെന്ത് എന്ന് പറഞ്ഞ് അവന് അഹങ്കാരവും നിഗളവും വന്നപ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ദാസനുമായിട്ട് തെറ്റി. ദൈവദാസൻ ഒരു ലെവലിൽ നിൽക്കുന്നു,
ശൗൽ വേർലി ഇടിച്ചു കയറി പിശാച്. ബൈബിൾ പഠിപ്പിക്കുന്നു, ശൗലിൽ ദുരാത്മാവ് കയറി. പിന്നെ ചില നാളുകൾ മാത്രം അവൻ ആത്മഹത്യ ചെയ്തു. ശൗലിൽ മാത്രമല്ല, ഇവിടെ ഇതാ ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കയറി തൻ്റെ ഗുരുവിനുമായി അകൽച്ച, തൻ്റെ ഗുരുവുമായിട്ട് ഒരു അകൽച്ച കൊണ്ടിടുന്നു. ആ സാത്താൻ അവനെ സൂയിസൈഡ് ചെയ്യിപ്പിച്ചു. സുഹൃത്തെ, പിശാചിൻ്റെ സ്വാധീനങ്ങളെ തിരിച്ചറിയാൻ പേടിപ്പിക്കുകയല്ല, അറിവുണ്ടാകണം. നിന്റെ മനസ്സിനകത്ത് കരടിടുമ്പോൾ, നിന്റെ മനസ്സിനകത്ത് ദുഷ്ടശക്തികൾ വിഷം വിതയ്ക്കുമ്പോൾ, കൂട്ടായ്മയിൽ താല്പര്യം കുറയുമ്പോൾ, ആരാധനയിൽ താല്പര്യം കുറയുമ്പോൾ, കുടുംബ പ്രാർത്ഥനയിൽ താല്പര്യം കുറയുമ്പോൾ, ബൈബിൾ വായനയിൽ താല്പര്യം കുറയുമ്പോൾ, ഉപവാസത്തിൽ താല്പര്യം കുറയപ്പെടുമ്പോൾ, ആമേൻ നിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ആമേൻ ദൈവത്തിൻ്റെ ദാസന്മാരെ ആരെ അംഗീകരിക്കുവാൻ നിനക്ക് മനസ്സില്ലാതാകപ്പെടുമ്പോൾ, അവരുടെ മധ്യസ്ഥതയ്ക്കും അവരുടെ പ്രാർത്ഥന കേൾക്കും നിനക്ക് വില കൽപ്പിക്കാൻ തോന്നാതെ വരപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന സഭയിലെ ആമേൻ രീതികളും ശൈലികളും നിനക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ശത്രു എന്നെ ഡയറക്റ്റ് ചെയ്യാൻ അനുവദിക്കരുത്. എൻ്റെ പപ്പയുടെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിച്ച് എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം. ഈ പിശാച് എന്നിൽ നിന്ന് അകറ്റി നിർത്തണം. ഈ ദുഷ്ട പിശാച് എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ കടക്കാൻ അനുവദിക്കരുത്. ഞാൻ ശൗലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അവൻ വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് പോയി. എന്താ, ഇവിടെ ഒരു പ്രാർത്ഥനക്കാരനുണ്ടായിരുന്നു. പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ച് പറഞ്ഞാൽ പോരെ, തലയെ തുണിയിട്ടുകൊണ്ട് വെളിച്ചപ്പാടത്തിയുടെ അടുക്കല. കാരണം ഇങ്ങനെ അറിയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ വന്നപ്പോൾ ദൈവം ശമൂവേലിൻ്റെ രൂപത്തിലാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അന്യ ദൈവത്തെ ആരാധിക്കാൻ പോകരുത്, ദൈവമല്ലാത്തതിനെ സേവിക്കരുത്. കൈനോട്ടക്കാരൻ്റെ അടുക്കൽ, മുഖലക്ഷണം പറയുന്ന അടുക്കൽ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഇല്ല. ദൈവസഭയ്ക്കകത്തും ദൈവത്തിൻ്റെ വചനത്തിനകത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കിടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പിന്നാലെ, ഈ സാത്താന്യ ആരാധനകളുടെ പിന്നാലെ, പൈശാചിക ശക്തികളുടെ പിന്നാലെ പോകാതിരി പക്ഷിപ്പിക്കുന്നു. സോദരൻ, 2 പേര് മരിച്ചു. ഇനി ചിലർ ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ആക്ച്വലി അത് കഷ്ടതയുടെ, എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും, ചിലരൊക്കെ ആ കൂട്ടത്തിലുള്ളവരാണ്. മരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയുള്ളൊരു ബൈബിളിനകത്തുണ്ട്. ഒത്തിരി പേര് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുമ്പോൾ, അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. അവൾക്ക് പ്രസവകാലം തികച്ചപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കാളും കൂടുതൽ അനുഗ്രഹം ലഭിച്ചപ്പോൾ മരിക്കണമെന്ന് ചിന്ത. എന്താ ഇങ്ങനെ എഴുതിക്കുന്നത്? എനിക്ക് എന്തിന് ജീവിക്കുന്നു? അതാണ്, ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? ശാരീരിക ബലഹീനത എന്ന് വേണമെങ്കിൽ പറയാം, ശാരീരിക ക്ഷീണം. മരിച്ചാൽ മതി, എന്തിന് ഞാൻ ജീവിക്കണം? ഞാൻ ജീവിച്ചിട്ട് കാര്യം എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ്, 2 കുട്ടികൾ ഉദരത്തിൽ കിടക്കുകയാണ്. ഒന്ന് യാക്കോബ്, ഒന്ന് ഏശാവ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ അവൾക്ക് വളരെയധികം അസഹനീയത, വളരെ പ്രയാസം. അത് മാത്രമല്ല, ഇവർ തമ്മിലടിയാണ് ഭയങ്കര. ഉദരത്തിൽ കിടന്നപ്പോഴേ കുതികാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, ഇടി. അപ്പം മക്കൾ കിടന്ന് ഉദരത്തിനകത്ത്, വയറ്റിനകത്ത് കിടന്ന് തന്നെ അടികൾ കൂടിയപ്പോൾ അവൾക്ക് നിരാശ. വയറ്റിനകത്തു നിന്നുള്ള വിട്, നിൻ്റെ വീട്ടിൽ പിള്ളേർ കിടന്ന് അടി കൂടുമ്പോഴത്തേക്ക് മരിക്കണമെന്നൊന്നും ചിന്തിക്കരുത്, പ്രാർത്ഥിച്ച് ചെയ്യോടുത്തോളണം. നമുക്കൊക്കെ കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആകയാൽ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണം. ഇവിടെ എന്താ, കർത്താവ് കൈവിട്ടോ? ഇവിടെ പിശാച് കയറിയോ? ഒന്നും ചെയ്തില്ല. ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടു. ദൈവം ആ വിഷയത്തിലേക്ക് കടന്നു വന്നു. അവൾക്ക് യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവം അവളെ വിളിച്ചു. അടുത്ത് വീണ്ടും അതേ കുടുംബത്തിൽ തന്നെ ഒരു പ്രശ്നം കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ റിബേക്കയ്ക്ക് അതേ അനുഭവം തന്നെ. ഉൽപ്പത്തി പുസ്തകം 26:34. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്തിനായ ബേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യയായി പരിഹരിച്ചു. ഹിത്യനായവരിൽ നിന്ന്, അല്ലെങ്കിൽ ഹിത്യരിൽ നിന്ന് ഏശാവ് കല്യാണം കഴിച്ചു. അത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല.
വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 27:46 റിബേക്ക തുറന്നങ്ങ് പറയുകയാണ്, പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാം മക്കൾ. മൂത്തവൻ ദൈവഹിതമില്ലാത്ത ഒരു കല്യാണം കഴിച്ചു. അപ്പോഴത്തേക്ക് ആ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. അപ്പം നിങ്ങൾ പറയും, ദൈവമുള്ള കുടുംബത്തിനകത്ത് ഭിന്നത വന്നു. ദൈവം ഡയറക്റ്റ് ചെയ്ത ഭവനമാണ്, പക്ഷെ അവിടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, അവിടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പം മനസ്സിലായി, ഹിത്യ സ്ത്രീയെ വിവാഹം കഴിച്ചതാണ് ഈ കുഴപ്പം. വ്യവസ്ഥ തെറ്റിച്ച് എൻ്റെ മൂത്തവൻ കെട്ടി. അതാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന മുഴുവനും, ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവനും ഈ വ്യവസ്ഥ തെറ്റിച്ചായതാണ്. അപ്പോൾ ഇളയവന് ഇങ്ങോട്ട് പറ, ഡേയ് നീയാറ്റും ഇനി ഹിത്യ സ്ത്രീകളിൽ ഒന്നിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലുണ്ട് ഞാൻ കരി തൂങ്ങിച്ചാവും, ഞാൻ ജീവനോടെ ഇരിക്കൂല. യാക്കോബിനെ ഒരു വിരട്ടി. ഇവിടെ കുടുംബത്തിനകത്ത് ഒരു വലിയൊരു ഭിന്നത കടന്നു വന്നപ്പോൾ റിബേക്കയ്ക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു. ഞാൻ പറയട്ടെ, ഈ പ്രശ്നം വന്നപ്പോൾ ദൈവം ദൂരെ മാറി നിന്നില്ല, ദൈവം അടുത്ത് വന്ന് സമാധാനിപ്പിച്ചു. ദൈവം അവരെ ധൈര്യപ്പെടുത്തി. സുഹൃത്തെ, നിന്റെ ജീവനെ നശിപ്പിക്കുവാൻ നിനക്ക് അവകാശമില്ല, നിങ്ങളുടെ ജീവനെ കളയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ അവകാശമില്ല. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ വേദനിച്ചു പോകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ ദൈവം മാറി നിൽക്കത്തില്ല. ഓടി വന്നിട്ട് കർത്താവ് പറഞ്ഞത് എന്താണ്? നിന്റെ ഉദരത്തിൽ 2 ജാതികളാണ് വളരുന്നത്, വലിയ അനുഗ്രഹമുള്ളവർക്ക് വലിയ കഷ്ടപ്പാടുമുണ്ടാകും. അതുകൊണ്ട് നീ ശാന്തമായിരിക്കുക, നീ സമാധാനമായിരിക്കുക എന്ന് പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തി. എങ്കിൽ പ്രിയ സഹോദരാ സഹോദരി, ഇന്ന് ചില കഷ്ടങ്ങൾ, ഇന്ന് ചില വേദനകൾ, ഇന്ന് ചില ഭാരങ്ങൾ നിന്നെ തേടി വന്നതിൻ്റെ പിന്നിൽ ദൈവിക ദൂത് വെളിപ്പെടുകയാണ്. 2 ജാതികൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കാനുണ്ട്. നിന്നെ വലിയ ജാതിയാക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നീ വലിയവനാകും, അതുകൊണ്ട് ചില കഷ്ടപ്പാടുകളുണ്ട്. നീ വലിയവളാകും, അതുകൊണ്ട് നിനക്ക് ചില വേദനകളുണ്ട്, ചില പ്രയാസമുണ്ട്. റിബേക്കയെ, മറ്റു സ്ത്രീകളെക്കാളും നിനക്ക് പ്രശ്നമാണ്, മറ്റുള്ള സ്ത്രീകളെക്കാളും നീ ഭാരം അനുഭവിക്കുന്നു. എന്താണെന്നറിയാവോ? നിനക്ക് മറ്റുള്ളവരെക്കാളും അനുഗ്രഹം കൂടുതലാണ്, മറ്റുള്ളവരെക്കാളും നിനക്ക് നന്മ കൂടുതലാണ്, മറ്റുള്ളവരെക്കാളും നിനക്ക് ഉയർച്ച കൂടുതലാണ്, മറ്റുള്ളവരെക്കാളും ദൈവം നിന്നെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെക്കാളും ദൈവം നിന്നെ കരുതുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ള ചില കഷ്ടങ്ങൾ ക്ഷീണിച്ചു പോകരുത്, തൽക്കാലത്തിലേക്കുള്ള ചില പ്രയാസങ്ങൾ ഭാരപ്പെടുക. ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല നിനക്ക് ഈ ശാരീരിക ക്ഷീണ, ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല നിന്റെ മക്കളെ ചൊല്ലി നീ ഭാരപ്പെടുന്നത്, ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിനക്ക് നിരാശ. അവർ വലിയ മക്കളാകേണ്ടതാണ്, അവർ വലിയ ജാതി ആകേണ്ടതാണ്. അങ്ങനെയാണ് എങ്കിൽ തീയിൽ കൊടുത്തത് വെയിലത്ത് വാടിപ്പോകത്തേ ഇല്ല. വേദനയോടെ നീ ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ അതൊരു വലിയ അനുഗ്രഹത്തിന്റെ ഈറ്റുനാവാണ്. ചില വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടവർ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകും എന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ദൈവം അവളെ സമാധാനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മൾ നിരാശപ്പെട്ടു പോകുമ്പോൾ നമ്മളെ സഹായിക്കും. പക്ഷേ സാത്താൻ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. പിശാച് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇടയാകരുത്. ഇവിടെ മരണചിന്ത കടന്നു വരപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ ഭാരങ്ങളാണോ, അതോ മറ്റ് സ്ത്രീകളെ, മറ്റു പുരുഷന്മാരെ അപേക്ഷിച്ച് ഇതൊന്നും ഒരു വലിയ കഷ്ടമല്ല, ഒരു സില്ലി വിഷയത്തിനാണോ മരിക്കാൻ വേണ്ടിയിരിക്കുന്നത്? എവിടെയൊക്കെയോ പിശാചിൻ്റെ തേർവാഴ്ച, സാത്താൻ്റെ തേർവാഴ്ച. പക്ഷേ നമുക്ക് ലൈഫിൽ കടന്നു വരുന്ന ചില കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസത്തിൽ ദൈവം ഓടി വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തും, ഉറപ്പിക്കും. പക്ഷേ മരിച്ചാ മതി, മരിക്കണമെന്ന് പറയും തോറും സാത്താൻ ദൂരെ മാറി നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നിലേക്കൊന്ന് കയറിപ്പറ്റാൻ നിന്റെ വാക്കുകൾ തന്നെ നിന്നെ ന്യായം വിധിക്കും, നിന്റെ വാക്കുകൾ തന്നെ നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകും. അത് മനസ്സിലാക്കി പിശാച് കയറാതിരിക്കുമ്പോൾ അതിന് ശ്രമിക്കണം. ഇവിടെ മോശയ്ക്ക് പ്രയാസങ്ങളുണ്ടായി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ, ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തിനെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അധിക ഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. മോശയാ പറയുന്നത്, എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന
70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികേക്ക് നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുക. ഏറ്റവും വലിയ ലീഡറാണ് മോശ. പക്ഷേ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും പുള്ളിക്കാരന് അങ്ങനെ അധികം. പക്ഷേ നാട്ടിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ പുള്ളിക്കാരന് പറ്റുന്നില്ല. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ അപരിചിതരല്ല, പരിചയക്കാർ, വേണ്ടപ്പെട്ടവർ, വിശ്വാസികൾ, കൂട്ടായ്മയിലുള്ളവർ എല്ലാവരും കൂടെ ചെന്ന് പറഞ്ഞ് ഈ എല്ലാ കാലഘട്ടത്തിലും ഈ ഉണക്ക ദോശയും തന്നുകൊണ്ട് വിട്ടാൽ പറ്റത്തില്ല. എന്താ തേൻ തേച്ച ദോശ പോലെയുള്ള മന്ന അതാണ് കൊടുക്കുന്നത്, ഇവർക്ക് കൊടുക്കുന്നത്. ദൈവം അതേ പാസ്സാക്കിയുള്ളൂ ഇവർക്ക് വേണ്ടി. ഈ ദൈവദാസൻ എന്ത് പിഴച്ചു? ഈ ഉണക്ക ദോശ ഞങ്ങൾ കാലങ്ങളായി കഴിക്കും, ഞങ്ങൾ പറ്റൂല. സമ്മതമാണെങ്കിൽ ഞങ്ങൾ നടത്തിയാൽ മതി. ഞങ്ങൾ ദശാംശം തരുന്നവരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ കാണിക്കയിടുന്നവരാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എല്ലാം കാണും, തന്നേ പറ്റൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇംഗുലാബ് ചിന്താബ, ഞങ്ങൾക്ക് ചോറ് വേണം, ഇറച്ചി വേണം, ചോറ് വേണം, ഇറച്ചി വേണം, ഇങ്ങനെയൊക്കെ വിളിച്ചായിരിക്കും ചിലപ്പോൾ. പുള്ളിക്കാരൻ പറഞ്ഞു, കർത്താവേ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി എന്നെ കൊണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറിയപ്പോൾ ക്ഷീണിച്ചു പോയി. രോഗം ഏറിയപ്പോൾ, പ്രശ്നങ്ങൾ ഏറിയപ്പോൾ, ഉത്തരവാദിത്തങ്ങൾ ഏറിയപ്പോൾ ഇതാ മറ്റൊരാള്. നിങ്ങൾ പല ഉത്തരവാദിത്തങ്ങളാക്കി ക്ഷീണിക്കരുത്, ജയിക്കണം. എല്ലാത്തിനും അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സഹോദരങ്ങളെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ പിന്മാറിപ്പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ലൈഫ് എന്ന് പറയുന്ന റിസ്ക് ഉണ്ട്. ഞാൻ ഒന്നും പെട്ടെന്ന് പറയാൻ പറയാം. നിങ്ങൾ ഒറ്റയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും, എന്നാലും കുഴപ്പമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ കല്യാണം കഴിഞ്ഞു, അപ്പോൾ അതിനേക്കാളും വലിയ കുഴപ്പമായി. പ്രൈസ് ഗോഡ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. പഠിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ചിലത് അനുഭവത്തിൽ പഠിച്ചു വരാൻ കഴിയും, ചിലത് സമയമെടുത്ത് പഠിക്കാം. അതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോകാതെ മാത്രം നിങ്ങൾ സൂക്ഷിച്ചു കണ്ടാൽ മാത്രം മതി. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ് ഇനി 2 പിള്ളേരായി, ഒന്നായപ്പം പറ്റൂല, ഇനി ഒന്നും കൂടെ വരട്ടെ, സ്വത്രം ആയിക്കോട്ടെ, 2 കുട്ടികളായി. അപ്പോഴത്തേക്ക് ഇവിടെ അമ്മായിയെ പഠിച്ചു, അമ്മാവനെ പഠിച്ചു, കുടുംബത്തിനകത്തുള്ളതൊക്കെ സോൾവ് ചെയ്യാൻ പഠിച്ചു. അപ്പോഴാണ് പിള്ളേർ ഇങ്ങോട്ട് എണീറ്റ് വന്നത്. പിന്നെ യൗമാരെന്താ, ബാലയെ പിടിക്കുമ്പോൾ അത് തല പോകും, തലയെ പിടിക്കുമ്പോൾ ഇത് കയ്യിൽ നിൽക്കുന്നില്ല. ക്ഷീണിക്കരുത്. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്ഷീണിച്ചു പോയെന്നിരിക്കാം. ദൈവത്തെ സഹായത്തിന് മോശ ദൈവത്തോടാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ചത്തുകളയൊന്നും പറഞ്ഞില്ല. വിശ്വാസികളുടെ അടുക്കലും കടന്നു ചെന്നിട്ട് നിങ്ങൾ എന്നെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞില്ല. പ്രാർത്ഥനാ മുറിക്കകത്ത്, പപ്പാ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇവന്മാരെയൊന്നും നേച്ചോണ്ട് പോകാൻ പറ്റില്ല, എല്ലാം ഭയങ്കര പ്രശ്നക്കാരാണ്. നമ്മൾ കുടലെടുത്ത് കാണിച്ചാലും വാഴനാരെന്ന് പറയുന്ന പുള്ളികളാണ്. നമ്മുടെ കൂടെ സ്നേഹത്തോടെ നടന്നു കഴിഞ്ഞാലും കുറച്ച് അപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ 10 കുറ്റം പറയാതിരിക്കില്ല എന്നൊക്കെ മോശ ചെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പരിഹാരം പറഞ്ഞുതരാം, നീ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യണ്ട, നീ ജനങ്ങളുടെ അടുക്കൽ ഇത്രയും കൂടുതലായിട്ട് അങ്ങോട്ട് അടുത്ത് പോകണ്ട. 70 പേരെ സെലക്ട് ചെയ്ത് അവർ കാര്യങ്ങൾ ചെയ്ത് നീ കുറച്ച് ഡിസ്റ്റൻസ് അടിച്ചെന്നില്ല. നീ എല്ലാവരുടെ ആട്ടും തുപ്പും കേൾക്കാൻ വേണ്ടി ചെന്ന് നിന്നു കൊടുക്കണ്ട. സ്തോത്രം. നീ ഇച്ചിരി ഡിസ്റ്റൻസ് അടിച്ചെന്നില്ല. പിന്നെ അതിനുശേഷം അമ്മച്ചിമാർ പിന്നെ അന്ന് കൂടുതൽ കാര്യം പറയാൻ നിൽക്കില്ല, കൂടുതൽ സഹായിക്കുന്നില്ല. ദൈവം ഒരു സാധിച്ചു. ദൈവം പരിഹാരം കൊടുത്തു. 30 ദിവസം വായിക്കൂടെ മൂക്കിക്കൂടെ പുറത്തു വരത്തക്ക രീതിയിൽ അവർക്ക് ഇറച്ചിയും കൊടുത്തു. അപ്പോൾ ഒരു ഭക്തൻ പെട്ടെന്നൊരു ക്ഷീണിതാനുഭവത്തിൽ വന്നപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് സമർപ്പിച്ചപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച സമയത്ത് അവരുടെ നിരാശയ്ക്ക് ദൈവം അതിന് വേണ്ടിയിട്ട് പരിഹാരം കൊടുത്തു. നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ലോകത്തിലല്ല പോകേണ്ടത്, നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ലോകത്തിലുള്ള മനുഷ്യരുടെ അടുക്കലല്ല പോകേണ്ടത്, സുഹൃത്തുക്കളുടെ അടുക്കൽ. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വരണം. കർത്താവേ, ഞാൻ വളരെ ക്ഷീണിതനാണ്, എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്തിട്ട് ശരിയാകുന്നുമില്ല, എന്നെ ഒന്ന് സഹായിക്കുക. എൻ്റെ കർത്താവ് നിന്നെ വഴിക്ക് വെച്ച് വിടത്തില്ല. ദൈവം നിന്നെ സഹായിക്കുക, ദൈവം നിന്നെ സൂക്ഷിക്കുക, ദൈവം നിന്നെ സംരക്ഷിക്കുക, ദൈവം നിന്നെ പരിപാലിക്കുക. 2 കൈയടിച്ച് സഹായത്തിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചിലയിടത്ത് നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ ചിലതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചിലതൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെടെ ബർശാബയിൽ ചെന്ന് തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ച് താനോ മരുഭൂമിയിൽ 1 ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. ദൈവദാസന്മാർക്കും ചില സമയത്ത് വരുന്ന തോന്നലാണ്, മരിച്ചു കളയാം. മരിക്കരുത്, ദൈവം വിടൂല. അടുത്ത ശുശ്രൂഷയിൽ ഇവിടെ നേരത്തെ ഉത്തരവാദിത്തങ്ങൾ പ്രശ്നങ്ങൾ, അടുത്ത ശുശ്രൂഷയിൽ റിസ്ക്കായ ഏലിയാവ്. റിസ്കല്ല, എന്താ പറയുക, അതിന് ശത്രുതകൾ. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർക്ക് ശത്രുക്കൾ കൂടുതലാണ്.
പിശാച് പല ശത്രുക്കളെയും രൂപപ്പെടുത്തിയെടുക്കും. പിശാച് ശത്രുക്കളെ രൂപപ്പെടുത്തിയെടുക്കും. നമ്മൾ എത്ര തന്നെ അഡ്ജസ്റ്റ് ചെയ്താലും എല്ലാവരും നമുക്ക് മാച്ചായിട്ട് വരത്തില്ല. ഇവിടെ ഇസബേൽ ഏലിയാവിന് വിപരീതമായി. ഏലിയാവ് ചെയ്തത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അത്ര തന്നെ. പക്ഷേ ഇസബേൽ രാജാവിൻ്റെ ഭാര്യ തനിക്ക് വിപരീതമായി കടന്നു വന്നപ്പോൾ മരിക്കാൻ, അവളുടെ കൈ കൊണ്ട് മരിക്കാൻ പേടിച്ചിട്ട് ഏലിയാവ് പറഞ്ഞു, കർത്താവേ എന്നെ അങ്ങ് വിളിക്കണമേ, എന്നെ നീ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുമെന്ന് വാഗ്ദത്വമുണ്ട്, ഇപ്പോഴേ അങ്ങ് എടുക്കണമേ കർത്താവേ, എന്നെ ഇപ്പോഴേ അങ്ങ് എടുക്കണമേ. ആത്മഹത്യയല്ല, ആക്ച്വലി നിരാശ. ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇനി എനിക്ക് ഒരിഞ്ച് പോലും പോകാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം തൻ്റെ ദൂതനെ അവിടേക്ക് അയച്ചു. അവന് ഭക്ഷിക്കാൻ ഭക്ഷണം ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അവനെ തട്ടി ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി. നിരാശപ്പെട്ട ആരെങ്കിലും ഈ കൂട്ടത്തിലിരിക്കുന്നു, നിന്നെ കൊണ്ട് ഒരിഞ്ച് പോലും മുൻപിലേക്ക് പോകാൻ കഴിയാതെ നീ കുരുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളിലാണെങ്കിൽ എൻ്റെ ദൈവം നിന്നെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തുക, നിന്നെ സഹായിക്കും, ശക്തിപ്പെടുത്തും, ആശീർവദിക്കും. ഞാനവിടെ അവസാനിപ്പിച്ചു കൊള്ളപ്പെടട്ടെ സഹോദരങ്ങളെ. യോനാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവരോട് എന്നെ എടുത്ത് സമുദ്രത്തിലിടുവിൻ. വെള്ളത്തിൽ ചാടി മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച യോന, സ്തോത്രം, അനുസരണക്കേട് കാണിച്ച സമയത്തിലേക്ക് കപ്പലിലുള്ള എല്ലാവരും കൂടെ അവനെ റാഞ്ചാൻ തുടങ്ങി, ഞോടാൻ തുടങ്ങി. നിങ്ങളെല്ലാം കൂടെ എടുത്ത് തന്നെ വെള്ളത്തിൽ, എനിക്ക് ചാടാൻ പേടിയാ, എടുത്തിട് മരിക്കാൻ വേണ്ടി. പക്ഷെ ദൈവം വിട്ടില്ല. നീ മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നീ മരിക്കത്തില്ല എന്ന്. നീ തൂങ്ങുന്ന കയറ് പൊട്ടും, നീ കുടിക്കുന്ന ആസിഡ് പച്ചവെള്ളം പോലെയാകും, അല്ല എങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. യോന വിചാരിച്ചു, എന്നെ എടുത്ത് വെള്ളത്തിലിടുമ്പോൾ ഞാൻ അവിടെ കിടന്നങ്ങ് മരിക്കും, എനിക്കിനി പ്രസംഗിക്കാനും പോകണ്ട, പാടാനും പോകണ്ട, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, സ്വസ്ഥമായിട്ട് ദൈവത്തിൻ്റെ അടുക്കലെത്താം. ഇല്ല, അവനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടപ്പോൾ ഒരു മത്സ്യം വന്നെടുത്ത് വിഴുങ്ങി അവനെ കൊണ്ടെത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ദൈവം വിളിക്കാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്ക പോകാൻ പറ്റത്തില്ല. ദൈവം വിളിക്കാതെ ജീവനും ശരീരവും വേർപെടത്തില്ല. ദൈവം തീരുമാനിക്കാതെ ജീവനും ശരീരവും വേർപെടത്തില്ല. നീ ചിന്തിച്ചാലും നീ ആറ്റിച്ചാടിയാലും നീ മരിക്കത്തില്ല. ദൈവം യോനയെ പുഷ്പം പോലെ താങ്ങി. ആരാധിക്കുന്ന സഹോദരങ്ങളെ, സാത്താൻ നിന്റെ ജീവന് വേണ്ടി അവകാശം പറയുമ്പോഴും, നിന്നെ തിമിംഗലത്തെ അയച്ചിട്ടാണെങ്കിലും, നിന്നെ തക്ക സമയത്തിൽ മറ്റൊരു സഹായി അയച്ചിട്ടാണെങ്കിലും, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ സമയമാകാതെ ആർക്കും ജീവനും ശരീരവും തമ്മിൽ വേർപെടുത്തുവാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 27, ദൈവത്തെ അറിയാത്ത ഒരാളിൻ്റെതായുള്ള ആത്മഹത്യ. അപ്പോസ്തല പ്രവൃത്തി 16:27. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു കാരാഗ്രഹത്തിൻ്റെ വാതികൾ തുറന്നിരിക്കുന്ന കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. തെറ്റിദ്ധാരണകൾ പലതും ആത്മഹത്യക്ക് കാരണമാകും. പൗലൂസും ശീലാസും രാത്രിയിൽ രക്ഷപ്പെട്ടു എന്നാണ് ഇവൻ തെറ്റിദ്ധരിച്ചത്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അവർ പ്രാർത്ഥിച്ചപ്പം വാതിലുകളൊക്കെ തുറന്നു, പക്ഷെ അവർ പോയില്ല. പക്ഷെ കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു അവന്മാർ രക്ഷപ്പെട്ടു, നാളെ ഇപ്പം ഞാൻ ജയിലിനകത്താവും, ഞാൻ തുറന്നു വിട്ടെന്ന് പറയും, എനിക്ക് കോടതി പോകാൻ വയ്യ. പാളൂരി സ്വന്തമായിട്ട് മരിക്കാൻ തുടങ്ങിയപ്പോൾ പൗലൂസ് വിളിച്ചു, യജമാനെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിനക്കൊരു ദോഷവും വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ രക്ഷിച്ചു. സുഹൃത്തുക്കളെ, തെറ്റിദ്ധാരണ നിമിത്തം അനേകർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കപ്പെടുന്നവരുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നീ ഒരു പൗലൂസാണെങ്കിൽ നീ വിളിക്കണം, മരണം ഒന്നിനും പരിഹാരമല്ല, നീ അവരെ രക്ഷിക്കണം. പൗലൂസ് പറഞ്ഞു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മനസ്സിലാകുമോ? ഇവനും പറഞ്ഞു, നീ എന്നെ ഇന്നലെ ഇടിച്ചതല്ലേ, നീ എന്നെ ഇന്നലെ അടിച്ചതല്ലേ, നീ എന്നെ ഇന്നലെ ചവച്ചതല്ലേ, നിനക്കിത് തന്നെ വേണടാ, നീ കുത്തിച്ചാവടാ, ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അനങ്ങാതെ ഇരുന്നില്ല. നിങ്ങളാണെങ്കിൽ അങ്ങനെ ഇരുന്നേന്. സ്വത്രം ഇല്ലേ? ചെയ്യരുത്. ദൈവം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചത്. ദൈവം അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പൗലൂസിനെ ശീലാസിനെ ചതച്ചവരാണ്, അറസ്റ്റ് ചെയ്തവരാണ്, കള്ളക്കേസ് എടുത്തവരാണ്, കുരിച്ചേർത്ത് ഇടിച്ചവരാണ്, ചങ്ങലക്കിട്ടവരാണ്, വലിച്ചഴിച്ചവരാണ്. പക്ഷേ അവൻ മരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ശത്രുവാണോ മിത്രമാണോ അതിനെ അറിയേണ്ട ആവശ്യമില്ല. പറഞ്ഞു, നീ മരിക്കരുത്, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നിന്റെ ഈ മാനസിക അവസ്ഥയ്ക്ക് മാറ്റം വരിക, നീ രക്ഷപ്പെടുക, നിന്റെ കുടുംബം
കുടുംബവും രക്ഷപ്പെട്. അവൻ സുവിശേഷം പറയുവാൻ ഒരു അവസരം അവൻ ലഭിച്ചു. സഹോദരങ്ങളെ, നാട്ടിൽ അനേകർ മരണത്തിന്റെ വക്കിൽ കിടക്കുകയാണ്, സമാധാനമില്ലാതെ കിടക്കുകയാണ്, ശാന്തിയില്ലാതെ കിടക്കുകയാണ്. എവിടെ പോയാൽ എന്ത് ചെയ്യട്ടെ ഏത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഓടി നടന്നുകൊണ്ടിരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ പറയണം, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് നിങ്ങൾക്ക് സുവിശേഷം യേശുവിനെ പരിചയപ്പെടുത്താൻ ഒരവസരം കിട്ടുന്നുവെങ്കിൽ ധൈര്യത്തോടെ പറയണം. പൗലൂസും ശീലാസും അത് മരിക്കാൻ തുടങ്ങിയ ഒരുവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ ആ വിധത്തിലേക്ക് വേർതിരിച്ചെടുത്തുവെങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ വേദനകളും നിരാശകളും പ്രയാസങ്ങളും ഭാരങ്ങളും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൽ മുറുകെ പിടിക്കണം. പിശാച് കയറിയ വ്യക്തികളെ പിശാച് കൊണ്ടുപോയി. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ഒരു മക്കളെയും വിടാൻ ദൈവം അനുവദിച്ചു. പലരും നിരാശപ്പെട്ടു, മരിക്കണമെന്നൊക്കെ ചിന്തിച്ചു. ദൈവം വിട്ടില്ല. യേശു നിങ്ങൾക്ക് കാവലാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്ത്. മനസ്സ് തകർന്നു പോകുമ്പോൾ ബൈബിൾ വായിക്കുക. മനസ്സ് തളർന്നു പോകപ്പെടുമ്പോൾ പ്രാർത്ഥനയിൽ ഓടി വന്നിരുന്ന് പ്രാർത്ഥിക്കുക, ബലപ്പെടുക, ശക്തിപ്പെടുക, ആശീർവദിക്കുക, ആശീർവാദം പ്രാപിക്കുക. അതിനായി ദൈവം സഹായിക്കട്ടെ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്കൂളുണ്ട്, കോളേജുണ്ട്, അതോടൊരുബന്ധിച്ച് എല്ലാം ഉണ്ടല്ലോ. എല്ലാ മനുഷ്യന് ഫുഡ് കഴിക്കാനായിട്ടുള്ളതുണ്ട്. അതെ, അവൻ്റെ എക്സസൈസിന് ആവശ്യമുള്ള ഹോസ്പിറ്റലുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, പഞ്ചായത്തുണ്ട്, എല്ലാം നമുക്ക് ആവശ്യമുള്ളതുണ്ട്. ദൈവം അതുപോലെയാണ് മാനവരാശിക്ക് വേണ്ടി അവിടെയായിട്ട് ആത്മീകമായ ആരാധന കൂട്ടായ്മകളെ ദൈവം വേർതിരിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനാണ്. മരണകരമായ പ്രശ്നങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ ആശ്വാസം പ്രാപിക്കാനാണ്. ആമേൻ. ദൈവം നിങ്ങൾക്ക് രോഗശാന്തി മാത്രമല്ല തരുന്നത്. നിങ്ങൾ രോഗശാന്തിക്കും സാമ്പത്തിക നേട്ടത്തിനും മാത്രമല്ല നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. പ്രശ്നമുഖരിതമായ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പലപ്പോഴും ജയിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നു? രോഗശാന്തിക്കും സാമ്പത്തിക നേട്ടത്തിനും ഭൗതിക നന്മകൾക്കും വേണ്ടി മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെ ആത്മീക അനുഗ്രഹത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിനപ്പുറത്ത് മറ്റൊന്നുണ്ട്, മനസ്സ് പതറുന്ന ചില സാഹചര്യം. ഇന്നിപ്പോൾ ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ എനിക്കറിയാം ദൈവം ചില മനസ്സുകളെ തയ്യാറെടുപ്പിക്കുകയാണ്, ചിലരെ ധൈര്യപ്പെടുത്തുകയാണ്, ചിലരെ ഉറപ്പിക്കുകയാണ്. ഇത് ദൈവം തരുന്ന ആശ്വാസമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മളെ ചിന്തിപ്പിക്കുവാനായിട്ട് കഴിയപ്പെടത്തേയുള്ളൂ. പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാൻ തുടങ്ങുന്ന സമയങ്ങളിൽ അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ദിവസങ്ങളിൽ നല്ലൊരു പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. ശൗലിനെയും അതോടനുബന്ധിച്ച് ഈസ്കരിയാത്ത യൂദാവിനെയും ജീവൻ പിശാച് അപകരിച്ചപ്പോൾ മറ്റനേകം നിരാശപ്പെട്ടു പോയവരെ ദൈവം സൂക്ഷിച്ചുവെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും കർത്താവ് സൂക്ഷിച്ച് നിങ്ങളെ വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.